പുസ്തകം സർവകാല റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മൂന്നാം പ്രാവശ്യവും പ്രകാശിതമാകുമ്പോൾ ഈ മഹനീയ സദസ്സിൽ ഇസ്ലാമിക പ്രചാരണത്തിന്റെ ആദ്യമധ്യാന്ത ചരിത്രത്തിനുള്ളിൽ സമർപ്പണ സന്നദ്ധതയും ത്യാഗബോധവും ഉൾച്ചേർത്തുകൊണ്ട് കാര്യത്തിന്റെ കരുത്തിനെയും കവച്ചുവെക്കുന്ന വിശ്വാസ പ്രാഗ്ധത മുതലാക്കി അതിജീവനത്തിന്റെ പോരാട്ട ഭൂമികയിൽ നിന്ന് കനകം കൊയ്തെടുത്ത അസ്ഹാബുൽ ബദറിന്റെ വീരേതിഹാസം അൽമുനീറിന്റെ ചരിത്രത്താളുകളിലൂടെ വീണ്ടും വിരചിതമാവുകയാണ്. അഭിവന്ദരായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ഗൾഫ് സത്യധാര പബ്ലിഷർ സിയാസ് സുൽത്താന് നൽകിക്കൊണ്ട് മൂന്നാം പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. ആത്മീയ സംഗമം 10 മിനിറ്റിൽ ആമുഖ ഭാഷണം നടത്തി ഉസ്താദ് ഹുസൈൻ സഖാഫി പ്രൊപ്പറേറ്റർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശാശ്വതമായ വിജയം ഇവിടെ കൊതിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക പരിഹാര മാർഗമാണ് ഈ ആത്മീയ സദസ്സിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ട് ഏത് വിധത്തിലെങ്കിലും സമാധാനം ലഭിക്കണമെന്ന് കൊതിക്കുന്നവർ ധാരാളമുണ്ട്. ഇന്ന് തീരെ സമാധാനം ഇല്ലാത്തവരിൽ ഭരണാധികാരികളെയാണ് കാണുന്നത്, സാമ്പത്തിക ലോകത്തുള്ളവരെയാണ് കാണുന്നത്. ഭൗതിക വിഷയങ്ങളിലൊക്കെ എത്ര വലിയ പ്രശസ്തരാണെങ്കിലും കായിക ലോകത്തും സിനിമാ ലോകത്തുമുള്ള ഉജ്ജ്വല താരങ്ങൾ വരെ സമാധാനം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും സമാധാനം ലഭിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുമില്ല. സൂറത്ത് തൗബയും സൂറത്തുൽ ഫത്ഹിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇറക്കിയ വളരെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹു സമാധാനം ഇറക്കിയിട്ടുണ്ട്. മറ്റൊന്ന് മഹാന്മാരുടെ പേരിലാണ് സമാധാനം ഇറക്കിയിട്ടുള്ളത്. ഈ മഹാന്മാരിലൂടെ അല്ലാതെ ഒരു നിലയ്ക്കും ഇവിടെ സമാധാനം നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അല്ലാമ സാലിയാത്തി റഹിമഹുള്ള 1933 ഈ സമാധാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമസ്തയുടെ 6ാം സമ്മേളനത്തിൽ ബദർ ബൈത്ത് പ്രചരിപ്പിക്കാൻ പറഞ്ഞപ്പോ, നേർച്ചപ്പാട്ടുകൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ, മാലകളും മൗലിദുകളും ഒക്കെ പ്രചരിപ്പിക്കണം എന്ന് പറയുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ആ വലിയ സന്ദേശം ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ സംസാരത്തിന്റെ മുമ്പ് ഒരു ആമുഖം എന്ന നിലയ്ക്ക് ഒരൊറ്റ വാക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ വെള്ളിയാഴ്ച രാവ് സമസ്തയുടെ ഈ 90ാം വാർഷികത്തിൽ അല്ലാഹു നമുക്ക് തന്ന വെള്ളിയാഴ്ച രാവ് അത് ഇന്ന് മാത്രമാണ്, അത് ഇപ്പോൾ മാത്രമാണ്. ഈ വെള്ളിയാഴ്ച രാവ് അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം നീ തുറന്നു തരാനുള്ള ഒരു രാവാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നരകത്തിൽ നിന്ന് എന്നെ
രക്ഷപ്പെടുത്താനുള്ള ഒരു രാവാണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. ഇവിടെ സമ്മേളനം നാം ആരും വിജയിപ്പിക്കേണ്ടതില്ല. ഇവിടെ സമ്മേളനം കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി മഹാന്മാരാകുന്ന ബദരീങ്ങൾ മുഴുവനും അല്പസമയം കൊണ്ട് ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കും. മശായിഖുമാരുടെ അർവാഹുകൾ ഉണ്ടാകും, മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. മനസ്സറിഞ്ഞ റബ്ബേ, ഇനി ഞാനൊരു ഹറാമിലേക്കില്ല, ഞാനൊരു തെറ്റിലേക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വരാനുള്ള ഒരു സദസ്സായി ഈ സദസ്സിനെ കാണും. അർഹമുറാഹിമായ അല്ലാഹു തൗഫീഖ് തരട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പരിശുദ്ധരാകുന്ന സ്വഹാബത്തിന്റെ താബിഈകളുടെ മശായിഖുമാരുടെ സ്വാലിഹീങ്ങളുടെ ആ വഴിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ആദർശ സംവിധാനത്തെ ഒരു സംഘടനയായി നാം ആരും കാണാൻ പാടില്ല. സംഘടനയാണെങ്കിൽ നമുക്ക് ധാരാളം സംഘടനകളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശംസുൽ ഉലമാ തങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ അല്ലാഹുവിന്റെ ദീനായി നമുക്ക് കാണാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീൻ അവൻ സംരക്ഷിക്കും എന്നുള്ളത് അവൻ തന്നെ ഇവിടെ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന الذِّكْرَ وَإِنَّا لَهُ لَحَافِظُونَ. ഈ ദീന് സംരക്ഷിക്കാൻ അല്ലാഹു ബാധ്യസ്ഥനാണ്, അവൻ തയ്യാറാണ്. അതിന് ഇവിടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആവശ്യം ഇല്ല. അതേ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദീന് സംരക്ഷിക്കണം എന്ന ചിന്തയുള്ള നല്ല മശായിഖുമാരുടെ മഹാരഥന്മാരുടെ കൽബിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംവിധാനം ഇവിടെ രൂപപ്പെടുത്തുകയും ആർക്കൊക്കെയാണ് അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് ദീനിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഇവിടെ രക്ഷപ്പെടേണ്ടത് അവർക്കൊക്കെ പ്രവർത്തിക്കാൻ ഒരു അവസരവും നൽകുമ്പോൾ ഞാൻ ഇവിടെ സമസ്തയെ സംരക്ഷിക്കുകയല്ല, സമസ്ത എന്നെ സംരക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഈ സദസ്സിൽ നിന്ന് നമുക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. പലപ്പോഴും ഞാനില്ലെങ്കിൽ സമസ്തയില്ല, ഞാനില്ലെങ്കിൽ ഈ പ്രവർത്തനം നടക്കൂല എന്നുള്ള ഒരു ചിന്തയോടെ ജഹന്നമിന്റെ അഹലുകാരുടെ വിചാരം പലരുടെയും മനസ്സിലേക്ക് വരാറുണ്ട്. എന്നാൽ സമസ്തയില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കാനാണ് ഈ സമയം ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഞാനിവിടെ എന്റെ സമയം സുദീർഘമായി ഊട്ടിക്കൊണ്ടുപോകാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസത്തിലും ഓരോരുത്തരും വിളിക്കുന്നത് ഇത്തരം സദസ്സിൽ ദുആ ചെയ്യാനായിരിക്കും. ഇന്നും നിരവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പലരും കരഞ്ഞുകൊണ്ട് പറയുന്നത് സമസ്തയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളാണ്, ചിലർക്ക് തളർന്നു പോകുന്ന രംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് അവർക്കൊക്കെ മോചനം വാങ്ങിക്കൊടുക്കേണ്ട ഒരു സംരക്ഷണം ഉയർത്തിക്കൊടുക്കേണ്ട ഒരു സദസ്സാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആളുകൾ ഈ സദസ്സിലുണ്ട്. ഈ ശബ്ദം ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിക്കുമ്പോൾ അവരൊക്കെ തന്നെ ഈ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അവർക്കൊക്കെ വേണ്ടി ഞാൻ ആദരണീയരാകുന്ന ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ഈ സദസ്സിൽ ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇഖ്ലാസോടെ വന്നിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ അവർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു, ഖൈറിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈമാൻ സലാമത്തിലാവണമെന്ന് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നാഫിയായ ഇൽമ മക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ മാരകമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കിഡ്നി സംബന്ധമായ ക്യാൻസർ പോലത്തെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടവർ, സാമ്പത്തിക മാനസിക പ്രയാസങ്ങളുള്ളവർ, ഒരു കുട്ടി പോലും ഇതുവരെ ജനിച്ചിട്ടില്ല, ഇന്നത്തെ ഈ സദസ്സ് അതിനൊരു പരിഹാരമാവണമെന്ന് പറഞ്ഞ് മാത്രം കാത്തിരിക്കുന്നവരുണ്ട്. എന്നതുപോലെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പിന്നെ ശൈത്വാനിയത്തിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അനൈക്യങ്ങൾ, കുടുംബത്തിലും മറ്റുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഇന്ന് എന്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട് മരണവാർത്തയും കേട്ടത് ആലപ്പുഴയിലെ സമ്മേളനത്തിലേക്ക് വേണ്ടി പ്രിയപ്പെട്ട ഖലീൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വാഹനം വരെ സംഘടിപ്പിച്ച് ആളുകളെ കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ നാവിലൂടെ വന്ന ഒരു വാക്ക് തന്നെ നമുക്ക് സമ്മേളനത്തിൽ പോകുമ്പോൾ നമ്മുടെ പള്ളിപ്പറമ്പിൽ ഒരു സിയാറത്തൊക്കെ ചെയ്തിട്ട് പോകണം, ഞാനില്ലെങ്കിലും നിങ്ങളത് നടത്തണമെന്ന് പ്രിയപ്പെട്ട ആ സ്നേഹിതൻ പറയുമ്പോൾ ഇതൊരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ആ ചെറുപ്പക്കാരൻ മരണപ്പെടുകയായിരുന്നു. അല്ലാഹു സ്വർഗ്ഗം നൽകണം റഹ്മാനെ, സ്വർഗ്ഗം നൽകണം റഹ്മാനെ. സമസ്തയെ മാറോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് പറയുന്ന 3 ലക്ഷം മുഅ്മിനീങ്ങൾ ഇന്ന് താഴെ പട്ടിയിൽ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് സ്റ്റേജ് വേണ്ട, അവർക്ക് ബാഡ്ജ് വേണ്ട, അവർക്ക് പേര് വേണ്ട, അവരുടെ മനസ്സിൽ വാശിയില്ല, അവരുടെ മനസ്സിൽ വിദ്വേഷങ്ങളൊന്നുമില്ല. അല്ലാഹുവെ രക്ഷപ്പെടണം എന്ന് മാത്രമാണ് ഇന്ന് അൽഹംദുലില്ലാഹ് 1 ലക്ഷം മുഅ്മിനീങ്ങൾ
പാലക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ ആ മഹത്തായ അനുമതിയോടുകൂടി അസ്ഹാബുൽ ബദറുമായിട്ടുള്ള ഒരു ബന്ധം ഇവിടെ നിലനിർത്തിയപ്പോ ആ നിലനിർത്തിയതിലൂടെ അവർക്കുണ്ടായ ഇഖ്ലാസ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇത് മാത്രമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബിദ്അഈ കക്ഷികൾ പല രൂപത്തിൽ വരും. അത് മുജാഹിദ് എന്ന് പറഞ്ഞാലും ജമാഅത്ത് എന്ന് പറഞ്ഞാലും തോക്കസ്താദ് സൂചിപ്പിച്ചല്ലോ തബ്ലീഗ് എന്ന് പറഞ്ഞാലും ഏത് പേരിൽ വന്നാലും സമസ്ത എന്ന പേര് തന്നെ സ്വീകരിച്ചാലും ഭൗതികമായ ചർച്ചകളും വാദങ്ങളും സംവിധാനങ്ങളും മാത്രമാണ് അവർക്കൊക്കെ ആവശ്യം എന്നുള്ളതിൽ വരക്കൽ തങ്ങൾ ഇവിടെ കൊതിച്ചിട്ടുള്ളത്, പാങ്ങിൽ ഉസ്താദ് കൊതിച്ചിട്ടുള്ളത്, മഹാന്മാരായ നമ്മുടെ മശായിഖ്മാർ കൊതിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീന് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു യഥാർത്ഥ ജീവിതം നയിച്ചിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം അല്പം പോലും കുറയാതെ നാളെ പരലോകത്തിൽ ലഭിക്കണം എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ സമസ്തയെ നിലനിർത്തുന്നതിന് പകരം സമസ്തയിലൂടെ ഈമാനം നിലനിർത്തുവാൻ, തഖ്വ നിലനിർത്തുവാൻ ഓരോരുത്തരും വ്യക്തിപരമായി ശ്രദ്ധിക്കണമെന്നോ ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ഈ ഇങ്ങനെ ഒരു സദസ്സ് ലഭിച്ചില്ലെങ്കിലോ നല്ല മനസ്സോടുകൂടി വലിയവരും ചെറിയവരും പ്രായമുള്ളവരും അല്ലാത്തവർക്കൊക്കെ അല്ലാഹുവേ ഇനി ഹസദില്ല, ഇനി കിബറില്ല, ഇനി ഹറാമിലേക്കില്ല, ഇനി തെറ്റിലേക്കില്ല എന്ന ഒരു നല്ല നസൂഹായ തൗബയിലേക്കുള്ള ഒരു പ്രവേശനമായി ഇന്നത്തെ സദസ്സിനെ കാണും. ഖാസിമി ഉസ്താദിന്റെ സംസാരം ഇന്ന് നമുക്ക് കരയാനുള്ള സംസാരമാണ്. മനസ്സിന് തട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചു വെക്കാനുള്ളതാണ്. അല്ലാഹുവേ, ഈ സദസ്സ് ഞങ്ങൾക്ക് സ്വർഗം തരുന്ന സദസ്സാക്കണം റഹ്മാനെ. മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുന്ന സദസ്സാക്കണം റഹ്മാനെ. സമസ്ത എന്ന് പറഞ്ഞ് ഈ വലിയ കുടുംബത്തിൽ കടന്നുപോയ മരണപ്പെട്ടുപോയ ആൺപെൺ വ്യത്യാസമില്ലാതെ പരലക്ഷം മുഅ്മിനീങ്ങൾ മരിച്ചുപോയി. ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അവർക്ക് സ്വർഗം നൽകണം റഹ്മാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൃത്യം 20 മിനിറ്റ്